പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്താണ്? പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വലിപ്പക്കൂടുതലിനെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത്. പല കാരണം കൊണ്ട് ഇതുണ്ടാകാം. പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, പ്രോസ്റ്റേറ്റിൻ്റെ BPH അഥവാ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, സാധാരണ കാണുന്ന പ്രായമായവരിൽ കാണുന്നതിനെയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ BPH എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഈ കാരണങ്ങളെല്ലാം കൊണ്ടും പ്രോസ്റ്റേറ്റ് നമ്മുടെ ശരീരത്തിൽ വലിപ്പം കൂടാം. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? തീർച്ചയായും ഒരു യൂറോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് നിങ്ങൾ തേടേണ്ടതാണ്. ഇതിനായി അൾട്രാസൗണ്ട്, യൂറോഫ്ലോമെട്രി, അതുപോലെ തന്നെ PSA എന്നീ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രോസ്റ്റേറ്റിൻ്റെ പൂർണ്ണമായ ടെസ്റ്റുകളാണ് ഈ 3 ടെസ്റ്റുകൾ. അതുപോലെ തന്നെ ഡോക്ടർ പരിശോധനയും ഇതിനോടനുബന്ധിച്ച് അത്യാവശ്യമാണ്. ഇതിൽ നിന്ന് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പക്കൂടുതലിനെക്കുറിച്ചും ആ വലിപ്പക്കൂടുതൽ എന്തുകൊണ്ടാണെന്നതിനെക്കുറിച്ചും നമുക്ക് അറിയാൻ സാധിക്കും. ഇനി എന്താണ് പ്രോസ്റ്റേറ്റിനുള്ള ചികിത്സാ മാർഗങ്ങൾ? പ്രോസ്റ്റേറ്റിനുള്ള ചികിത്സാ മാർഗങ്ങൾ പ്രധാനമായും മരുന്ന് തന്നെയാണ്. ഒരു പരിധിവരെ നമുക്ക് മരുന്നിലൂടെ തന്നെ പ്രോസ്റ്റേറ്റിനെ ചുരുക്കാൻ സാധിക്കുകയും പ്രോസ്റ്റേറ്റ് മൂലമുണ്ടാകുന്ന തടസ്സം വരാതെ നോക്കാൻ സാധിക്കുകയും ചെയ്യും. എന്തെല്ലാമാണ് പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷനുള്ള മാർഗങ്ങൾ? TRP എന്ന് പറയുന്ന ഓപ്പറേഷനാണ് സാധാരണ പ്രോസ്റ്റേറ്റിന് ചെയ്യുന്നത്. പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോസ്റ്റേറ്റിനെ ചുരണ്ടി നീക്കുകയാണ് ചെയ്യുന്നത്. അത് കറണ്ട് ഉപയോഗിച്ചും പ്ലാസ്മ അല്ലെങ്കിൽ സലൈൻ TRP എന്ന ടെക്നിക്ക് ഉപയോഗിച്ചും ലേസർ ഉപയോഗിച്ചും നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. ഇതെല്ലാമാണ് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്നതിനുള്ള പ്രധാനമായും ഇന്ന് നമുക്ക് ലഭ്യമായ മാർഗങ്ങൾ. താങ്ക് യു.